നമുക്ക് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ആവശ്യം വന്നാൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യല്ലേ. അതേപോലെ തന്നെ നമുക്ക് എന്തിനെ പറ്റിയെങ്കിലും അറിയണമെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ഒക്കെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലും പല കാര്യത്തിനും നേരെ ഗൂഗിളിൻ്റെ ജെമിനി തുറക്കും. എന്നാൽ ഇത് രണ്ടും കൂടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഒന്നങ്ങ് ഒഴിവാക്കാം നമുക്ക്. അതായത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോർ തുറക്കേണ്ട ആവശ്യമില്ല, ജെമിനിയിൽ നിന്ന് തന്നെ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ കൂടി ഉപയോഗിക്കാം. അതെങ്ങനെ അറിയോ? അതൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജെമിനി തുറക്കുക. ജെമിനി തുറന്നിട്ട് മേലെ 3 ലൈൻ ഉണ്ടാകുക. ഇടത് ഭാഗത്ത് 3 ലൈന് കുത്തിയാൽ ഏറ്റവും താഴെ വലത് ഭാഗത്ത് ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ കൂട്ടത്തിൽ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കണക്റ്റഡ് ആപ്സ്. ഈ കണക്റ്റഡ് ആപ്സ് ഓപ്പൺ ചെയ്യുക. കണക്റ്റഡ് ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ജെമിനിയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറച്ച് താഴേക്ക് പോയാൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ കാണാം. അതാ ഗൂഗിൾ പ്ലേ സ്റ്റോർ. ഇതിൽ ഒരു ടോഗിൾ ഉണ്ടാവും. ഇതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കിയാൽ ഇവിടെ താഴെ കണക്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ആ കണക്ട് കൊടുക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറും ജെമിനിയായിട്ട് കണക്ട് ആയി കഴിഞ്ഞ് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോർ ജെമിനിയായിട്ട് കണക്ട് ആക്കണമെങ്കിൽ ജെമിനിൻ്റെ ആപ്പ് ആക്ടിവിറ്റി ഓൺ ആയിരിക്കണം കേട്ടോ. അത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ കണക്ട് ആക്കാനാകില്ല. അതൊന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഓൺ ആക്കാൻ നോക്കുന്ന നേരം ജെമിനിൻ്റെ ആപ്പ് ആക്ടിവിറ്റി ഓഫ് ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ അവിടെ കാണിക്കുക. അവിടെ നിങ്ങൾക്ക് ഓൺ ആക്കാം. ഇനി നമ്മൾ ഇത് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് എന്തും സെർച്ച് ചെയ്യാനുള്ള ഈ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ, ഇവിടെ നമുക്ക് അട്രേറ്റ് കൊടുക്കാം. ഇതാ അട്രേറ്റ് കൊടുത്ത് അതിനുശേഷം കണക്ട് ആയിട്ടുള്ള ആപ്പിൻ്റെ കൂട്ടത്തിൽ പ്ലേ സ്റ്റോർ ഉണ്ടാവും. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താണോ നമുക്ക് വേണ്ടത്, ഏത് ആപ്പാണോ വേണ്ടത്, ഏത് കാറ്റഗറി ഉള്ളതാണോ വേണ്ടത്, അതവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് എഡിറ്റിംഗ് ആപ്സ് എന്ന് എഴുതി കൊടുത്തേക്ക്. ഞാൻ നിങ്ങൾക്ക് ഏത് ആപ്പിൻ്റെ പേരാണോ നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പിൻ്റെ പേരെന്താണോ അതവിടെ എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് അത് സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കുറച്ച് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ വന്നിക്ക്. അത് കൂടാണ്ട് താഴെ ഭാഗത്ത് 3 ആപ്ലിക്കേഷൻ ക്യാൻവ, ഇൻഷോട്ട്, വീഡിയോ എഡിറ്റൊന്നും ഒക്കെ ആയിട്ട് കുറച്ച് എഡിറ്റിംഗ് ആപ്ലിക്കേഷനും ഉണ്ട്. അതുകൂടാണ്ട് വ്യൂ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള ബാക്കി എഡിറ്റിംഗ് ആപ്ലിക്കേഷനൊക്കെ നമുക്ക് കിട്ടും. ഇതിൽ ഈ 3 കാണിക്കുന്ന സജസ്റ്റഡ് ആയിട്ട് കാണിക്കുന്ന 3 നമുക്ക് ആവശ്യമുള്ള ഉണ്ടെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് വ്യൂ മോർ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആപ്ലിക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇപ്പം കാൻവ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഏരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് പോകേണ്ട, ഒന്നും ചെയ്യേണ്ട. നമുക്ക് ജെമിനിയിൽ നിന്ന് തന്നെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇങ്ങനെ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സംഭവം തിരിഞ്ഞോ? തിരിഞ്ഞൊലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. എന്തായാലും ജെമിനിയും പ്ലേ സ്റ്റോറും രണ്ടും കൂടി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്ലേ സ്റ്റോർ അവിടെ ഒഴിവാക്കി വെച്ചിട്ട് ജെമിനിയിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനാവും. ഇങ്ങനെ പോയി അവസാനം ജെമിനി തന്നെ തീറ്റയും കൂടിയല്ല ആവുന്ന തോന്നുന്നത്. എന്തേ ആട്ടെ, എടുത്തും നോക്കാം നമുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കാൻ കൊടുത്തേക്ക് നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യോ. താങ്ക് യു സോ മച്ച്.